പ്രധാന വാർത്തകൾ. Flexi Electronics and Home Appliances. Flexi. Life easy. കെ മാണിക്കെതിരായ കൈക്കൂലി കേസിൽ കോഴക്കാര്യം പറയാതെ ബാർ ഹോട്ടൽ ഓണേഴ്സ് അസോസിയേഷൻ നേതാക്കളുടെ മൊഴി. പണം പിരിച്ചത് നിയമ നടപടികൾക്ക് വേണ്ടി. ബിജു രമേശിനെ പിന്തുണച്ച് മൊഴി നൽകിയെന്ന് രാജ്കുമാർ ഉണ്ണിയുടെ വിശദീകരണം. സർക്കാരും പാർട്ടിയും തമ്മിൽ നയപരമായ ഭിന്നതകളില്ലെന്ന KPCC നിർവാഹക സമിതിയിൽ മുഖ്യമന്ത്രി. മദ്യനയത്തിലെ തർക്കം കോൺഗ്രസിന്റെ നാശത്തിലേക്ക് നയിച്ചേനെയെന്ന് AK ആന്റണി. തദ്ദേശ തെരഞ്ഞെടുപ്പിന് കോൺഗ്രസ് സജ്ജമെന്ന് VM സുധീരൻ. CPIM-നെ കടന്നാക്രമിച്ച് CPI കോട്ടയം സമ്മേളന റിപ്പോർട്ട്. സോളാർ സമരത്തിൽ സർക്കാരുമായി ധാരണ ഉണ്ടാക്കിയെന്ന ആരോപണം നുണയല്ല. വീഴുന്നതുവരെ പ്രവർത്തിക്കുമെന്ന VS-ന്റെ പ്രസ്താവനയ്ക്ക് MM മണിയുടെ മറുപടി. പാർട്ടിയിലും പാർലമെന്ററി പ്രവർത്തനത്തിലും റിട്ടയർമെന്റ് വേണം. കൺസ്യൂമർ ഫെഡിന്റെ നന്മ സ്റ്റോറുകൾ പൂട്ടില്ലെന്ന് സഹകരണ മന്ത്രി. ജീവനക്കാരെ പിരിച്ചുവിടില്ലെന്നും കൂടുതൽ സാധനങ്ങൾ എത്തിക്കുമെന്നും CN ബാലകൃഷ്ണന്റെ ഉറപ്പ്. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ സ്വർണ്ണക്കപ്പിനായി ജില്ലകളുടെ ഇഞ്ചോടിഞ്ച് പോരാട്ടം. പാലക്കാട് ഒന്നാമത്, കോഴിക്കോടും തൃശൂരും തൊട്ടുപിന്നിൽ. ബാർ കോഴക്കാര്യം പറയാതെ ബാർ ഹോട്ടൽ ഓണേഴ്സ് അസോസിയേഷൻ നേതാക്കൾ അന്വേഷണ സംഘത്തിന് മൊഴി നൽകി. പണം പിരിച്ചത് നിയമ നടപടികൾക്ക് വേണ്ടിയാണെന്നാണ് ബാർ ഹോട്ടൽ ഓണേഴ്സ് അസോസിയേഷൻ നേതാക്കൾ മൊഴി നൽകിയത്. എന്നാൽ ബിജു രമേശിനെ പിന്തുണയ്ക്കുന്ന മൊഴിയാണ് നൽകിയതെന്ന് അസോസിയേഷൻ നേതാവ് രാജ്കുമാർ ഉണ്ണി മാധ്യമങ്ങളോട് പറഞ്ഞു. ഏപ്രിൽ 1-ന് 418 ബാറുകൾ അടച്ചുപൂട്ടിയതുമായി ബന്ധപ്പെട്ട് ബാർ ഹോട്ടൽ ഓണേഴ്സ് അസോസിയേഷൻ പണപ്പിരിവ് നടത്തിയതായി അസോസിയേഷൻ ഭാരവാഹികൾ ഇന്ന് വിജിലൻസിന് മൊഴി നൽകി. ബാറുകൾ അടച്ചുപൂട്ടിയതുമായി ബന്ധപ്പെട്ട നിയമ നടപടികൾക്കായിരുന്നു പണപ്പിരിവെന്നായിരുന്നു അസോസിയേഷൻ ഭാരവാഹികളുടെ മൊഴി. അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് രാജ്കുമാർ ഉണ്ണി, വൈസ് പ്രസിഡന്റ് PM കൃഷ്ണദാസ്, ജനറൽ സെക്രട്ടറി MD ധനേഷ്, എക്സിക്യൂട്ടീവ് അംഗം അനുമോൻ എന്നിവരാണ് ഇന്ന് മൊഴി നൽകാനെത്തിയത്. എന്നാൽ ധനേഷ്, അനുമോൻ എന്നീ ഭാരവാഹികളുടെ മൊഴി മാത്രമാണ് ഇന്ന് രേഖപ്പെടുത്തിയത്. ഇവർ ഇരുവരുമാണ് കോഴക്കാര്യം അറിയില്ലെന്ന നിലപാട് സ്വീകരിച്ചത്. KM മാണിയെ അദ്ദേഹത്തിന്റെ വസതിയിലെത്തി സന്ദർശിച്ചിരുന്നെങ്കിലും ഇത് അടച്ചുപൂട്ടിയ ബാറുകൾ തുറക്കുന്നതിനുള്ള സഹായം അഭ്യർത്ഥിക്കാനായിരുന്നെന്നും ഇരുവരും മൊഴി നൽകി. അതേസമയം 4 പേരുടെയും മൊഴി വിജിലൻസ് രേഖപ്പെടുത്തിയെന്നും ബിജു രമേശിനെ പിന്തുണയ്ക്കുന്ന തരത്തിലുള്ള മൊഴിയാണ് നൽകിയതെന്നും അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് രാജ്കുമാർ ഉണ്ണി മൊഴിയെടുപ്പിന് ശേഷം വ്യക്തമാക്കി. ഞങ്ങളുടെ ആദ്യം തന്നെ അസോസിയേഷൻ പറഞ്ഞിട്ടുണ്ടല്ലോ ബിജു രമേശിനെ പിന്താങ്ങുന്നു എന്നുള്ളത്. ഞാൻ അതിനെപ്പറ്റി ഇപ്പോൾ പറയില്ലല്ലോ. കാര്യം എന്ന് വെച്ചാൽ ഞാൻ മൊഴി കൊടുത്തുകൊണ്ടിരിക്കുന്ന ആളാണ് വിജിലൻസിലെ. അത് ആ മൊഴി അവിടെ വിജിലൻസിൽ കൊടുക്കുന്ന കാര്യം ഇവിടെ വന്നിന്ന് പറയാൻ പറ്റത്തില്ല. ഞങ്ങളുടെ 4 പേരെയും മൊഴികൾ ചോദിച്ചു, അതിൽ രേഖപ്പെടുത്തി. അവരെ തന്നെ പൂർണ്ണമല്ല. സമയം ഇപ്പം 6 മണി കഴിഞ്ഞു, 6:15 ആയതുകൊണ്ട് ഇന്നത്തെ ഇത് തീർന്നു. ഇനി അടുത്ത ഡേറ്റ് എന്നുള്ള അറിയിക്കുകയും ചെയ്യും. ആ ദിവസം വരികയും ചെയ്യും. ഏപ്രിൽ 2-ന് ധനമന്ത്രി KM മാണിയുടെ തിരുവനന്തപുരത്തെ ഔദ്യോഗിക വസതിയിലെത്തി രാജ്കുമാർ ഉണ്ണിയും കൃഷ്ണദാസും 35 ലക്ഷം രൂപ കൈമാറിയെന്നാണ് ബിജു രമേശിന്റെ മൊഴി. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇരുവർക്കും വിജിലൻസ് നോട്ടീസ് നൽകിയത്. ഇരുവരുടെയും മൊഴി വിജിലൻസ് ഇന്ന് രേഖപ്പെടുത്തിയില്ല. അതിനാൽ രാജ്കുമാർ ഉണ്ണിയും കൃഷ്ണദാസും വിജിലൻസിന് നൽകുന്ന മൊഴി അടിസ്ഥാനമാക്കിയായിരിക്കും ബാർ കോഴ കേസിന്റെ ഭാവി. റിപ്പോർട്ടർ, തിരുവനന്തപുരം. മദ്യനയത്തിലെ തർക്കം കോൺഗ്രസിനെ നാശത്തിലേക്ക് നയിക്കുമായിരുന്നുവെന്ന് പ്രവർത്തക സമിതി അംഗം AK ആന്റണി. ഇതിൽ നിന്ന് പാഠം ഉൾക്കൊള്ളണമെന്ന് ആന്റണി നിർവാഹക സമിതിയിൽ പറഞ്ഞു. മദ്യവിഷയത്തിൽ പാർട്ടി നയം തന്നെയാണ് തനിക്കെന്ന് മുഖ്യമന്ത്രിയും യോഗത്തിൽ വ്യക്തമാക്കി. 10 വർഷത്തിനുള്ളിൽ മദ്യനിരോധനം എന്ന നിലപാടിൽ നിന്ന് പിന്നോട്ടില്ലെന്ന് VM സുധീരനും പറഞ്ഞു. KPCC വിശാല എക്സിക്യൂട്ടീവ് യോഗത്തിലാണ് മദ്യനയത്തെ തുടർന്നുണ്ടായ തർക്കങ്ങൾ AK ആന്റണി പ്രതിപാദിച്ചത്. വിവാദം കോൺഗ്രസിന്റെ നാശത്തിലേക്ക് നയിച്ചേനെ. എന്നാൽ അത്ഭുതമെന്നോണം ഇതിന് പരിഹാരമുണ്ടായി. ഇതിൽ നിന്നും ഒരു പാഠം പഠിക്കണമെന്നും AK ആന്റണി പറഞ്ഞു. മദ്യനയത്തിൽ പാർട്ടി നിലപാട് തന്നെയാണ് തനിക്കെന്ന് മുഖ്യമന്ത്രിയും വ്യക്തമാക്കി. സർക്കാരും KPCC-യും യോജിച്ചാണ് നീങ്ങുന്നതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. 10 വർഷത്തിനകം മദ്യനിരോധനം എന്ന നിലപാട് പാർട്ടി മാറ്റിയിട്ടില്ലെന്ന് KPCC പ്രസിഡന്റ് VM സുധീരനും യോഗത്തിൽ വ്യക്തമാക്കി. 10 വർഷത്തിനുള്ളിൽ കേരളത്തെ സമ്പൂർണ്ണ മദ്യനിരോധനത്തിലേക്ക് കൊണ്ടുവരിക എന്നതാണ് സർക്കാരിൻ്റെ ലക്ഷ്യം. എന്നാൽ ബിയർ വൈൻ പാർലർ അനുവദിക്കാനുള്ള സർക്കാർ തീരുമാനത്തോട് നേരത്തെ ഉണ്ടായിരുന്ന വിയോജിപ്പ് നിലനിൽക്കുന്നുണ്ട്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പാർട്ടി സജ്ജമാണെന്നും ഗ്രൂപ്പ് അതിപ്രസരം പാടില്ലെന്ന കർശന നിർദ്ദേശം നൽകിയതായും VM സുധീരൻ പറഞ്ഞു. തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി വാർഡ് കമ്മിറ്റികൾ രൂപീകരിക്കാനും തീരുമാനിച്ചു. P മോഹനെ CPM കോഴിക്കോട് ജില്ലാ സെക്രട്ടറി ആക്കിയതിനെതിരെയും സുധീരൻ വിമർശനം ഉന്നയിച്ചു. TP ചന്ദ്രശേഖരൻ കേസിൽ പ്രതിയാക്കപ്പെട്ട വ്യക്തിയെ തന്നെ വീണ്ടും പാർട്ടിയുടെ ഉത്തരവാദപ്പെട്ട സ്ഥാനത്തേക്ക് കൊണ്ടുവരുന്നു എന്നുള്ളത് കേരളത്തിലെ സമാധാനകാംക്ഷികളായ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ആശങ്ക ഉണർത്തുന്ന കാര്യമാണ്. അവരുടെ അക്രമ രാഷ്ട്രീയത്തിൽ നിന്നും അവർ വിട്ടുമാറാൻ തയ്യാറല്ല എന്നുള്ളതിൻ്റെ വ്യക്തമായിട്ടുള്ള സൂചനയാണ് നൽകുന്നത്. മോദി സ്തുതി തുടരുന്ന ശശി തരൂർ KPCC സംഘടിപ്പിക്കുന്ന കേന്ദ്രവിരുദ്ധ സമരത്തിനുണ്ടാകുമോ എന്ന ചോദ്യത്തിന് VM സുധീരന്റെ മറുപടി ഇങ്ങനെയായിരുന്നു. മോഡി സർക്കാരിനെ എതിർക്കുന്ന, ആ നയങ്ങളെ എതിർക്കുന്ന എല്ലാവരും തന്നെ ഇതിൽ പങ്കെടുക്കും. റിപ്പോർട്ടർ, തിരുവനന്തപുരം.
കോൺഗ്രസ് വക്താവ് ജോസഫ് വാഴക്കൻ MLA ആദ്യം. ശ്രീ ജോസഫ് വാഴക്കൻ, അത്ഭുതം സംഭവിച്ചു കോൺഗ്രസ് പാർട്ടിയെ മദ്യനയത്തിൽ നിന്ന് ഉണ്ടാകുമായിരുന്ന നാശത്തിൽ നിന്ന് രക്ഷിക്കാൻ എന്നാണ് AK ആന്റണി പറയുന്നത്. അതേ അത്ഭുതം ഈ ബാർ കോഴ കേസിൽ KM മാണിയെ രക്ഷിക്കാനും സംഭവിച്ചോ? AK ആന്റണി പറഞ്ഞത് ആദ്യം ഞാൻ ആ കാര്യം പറയട്ടെ. പാർട്ടിക്കകത്ത് പാർട്ടിയുടെ എക്സിക്യൂട്ടീവിൽ സംസാരിച്ചു എന്ന് പറഞ്ഞ് നിങ്ങൾ പുറത്തു കേട്ട ഒരു വാർത്തയാണത്. അത് അദ്ദേഹം പോസിറ്റീവായിട്ട് തന്നെയാണ് അവിടെ സംസാരിച്ചത്. പാർട്ടിക്കകത്ത് മദ്യ വിഷയം ഒരു വലിയ ചർച്ചയായി, മാധ്യമങ്ങളും അത് നാട്ടിലും ഒക്കെ ചർച്ചയായി വന്നപ്പോൾ ഇത് പെട്ടെന്ന് പരിഹരിക്കപ്പെടാൻ കഴിയുമോ എന്ന് സംശയം വന്നിരുന്നു. പക്ഷേ വളരെ പക്വതയോടെ കേരള നേതൃത്വം ഇന്ത്യക്ക് തന്നെ മാതൃകയായി, മറ്റെല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനത്തിനും മാതൃകയായി വളരെ പക്വതയോടെ ആ പ്രശ്നം പരിഹരിച്ചു. അത് ഒരു അത്ഭുതകരമായ നടപടിയായിരുന്നു എന്നുള്ള ഒരു പ്രശംസയാണ് അദ്ദേഹം കേരളത്തിലെ പാർട്ടി നേതൃത്വത്തിനും കോൺഗ്രസ് ഗവൺമെന്റിനും എല്ലാം നൽകിയത്. അതാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. അല്ലാതെ വേറെ ഒരു നെഗറ്റീവായിട്ടുള്ള ഒരു രീതിയിലല്ല അദ്ദേഹം ആ കാര്യത്തെക്കുറിച്ച് പറഞ്ഞത്. ശരി, ശ്രീ ജോസഫ് വാഴക്കൻ, സംസ്ഥാന സർക്കാരിൻ്റെ മദ്യനയം കൊണ്ട് പ്രതീക്ഷിക്കപ്പെട്ട നേട്ടം എന്തായിരുന്നു എന്ന് ചിന്തിക്കുമ്പോൾ ഇപ്പോഴെന്താണ് അവസ്ഥ എന്ന് കൂടി ആലോചിക്കുമ്പോൾ എല്ലാ ബാറുകളും തുറന്നു പ്രവർത്തിക്കുന്നു. അതിൽ 312 എണ്ണത്തിൽ എല്ലാത്തരം മദ്യം, ബാക്കിയുള്ള താല്പര്യമുള്ള ബാറുകൾക്ക് ബിയറും വൈനും, ഏതെങ്കിലും തരത്തിൽ ഡ്രൈ ഡേയും പിൻവലിക്കപ്പെട്ടു. ഏതെങ്കിലും തരത്തിൽ സർക്കാരിൻ്റെ മദ്യനയം കൊണ്ട് ഉദ്ദേശിച്ച കാര്യമൊന്നും നടന്നുമില്ല. പക്ഷേ ഈ നാശത്തിൻ്റെതായ അന്തരീക്ഷം ഇവിടെ ഉണ്ടാക്കപ്പെടുകയും ചെയ്തു. ഗവൺമെന്റ് ഉദ്ദേശിച്ച കാര്യങ്ങളൊക്കെ നടന്നു. കേരളത്തിൽ ഒരു ഗവൺമെന്റിനും ചെയ്യാൻ കഴിയാത്ത രീതിയിൽ ഹാർഡ് ലിക്കർ എന്ന് പറയുന്നത് കേരളത്തിൽ നിന്ന് 10 കൊല്ലത്തിനകം എന്നേക്കുമായി തുടച്ചു മാറ്റാനുള്ള തീരുമാനമെടുത്തു. ഉദയഭാനു കമ്മീഷന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് 318 ബാറുകളിൽ നടക്കുന്നുവെങ്കിൽ ആഴ്ചയ്ക്ക് കോടതി കൊടുക്കുന്ന ഒരു പരോളിന്റെ പേരിലാണ് അവർ നിന്നു പോകുന്നത്. ഈ മാർച്ച് 31-ാം തീയതിയോടുകൂടി അവർക്ക് കൊടുത്തിരിക്കുന്ന ലൈസൻസിന്റെ കാലാവധി അവസാനിക്കും. പിന്നീട് 418 അവസ്ഥയിലേക്ക് പോകും. അതല്ലാതെ ഇവിടെ ബാക്കിയുള്ള സ്ഥലങ്ങളിലൊക്കെ ഹാർഡ് ലിക്കറും ബിയറും വൈനും ഒക്കെ വിറ്റുകൊണ്ടിരുന്ന സ്ഥലങ്ങളിൽ ഇനി ബിയർ, വൈന് തുടങ്ങിയ സോഫ്റ്റ് ലിക്കർ, താരതമ്യേന വീര്യം കുറഞ്ഞ മദ്യമല്ലാതെ മറ്റൊന്നും ഉണ്ടാവില്ല. അത് ഒരു വലിയ ചേഞ്ചിലേക്കുള്ള കേരളത്തിന്റെ ഒരു വലിയ മാറ്റമാണത്. പണ്ട് ചാരായം നിർത്തിയപ്പോൾ ഫോറിൻ ലിക്കർ മാത്രമാക്കി നിർത്തി. അത് ഇപ്പോൾ ഫോറിൻ ലിക്കറിലെ ഹാർഡ് ലിക്കറെല്ലാം നിർത്തി സോഫ്റ്റ് ലിക്കറിലേക്ക് അങ്ങനെ പടിപടിയായി മദ്യത്തിന്റെ ഉപഭോഗം കേരളത്തിലെ ജനതയ്ക്ക് ഉണ്ടാക്കുന്ന ആരോഗ്യപരമായ പ്രശ്നം, സാമ്പത്തികമായ പ്രശ്നം, അതിൽ നിന്നൊക്കെയുള്ള വലിയൊരു മോചനമാണ് ഇപ്പൊ നടത്തിയിരിക്കുന്നത്. അത് ചെറിയ കാര്യമായിട്ട് എങ്ങനെയാ കാണാൻ കഴിഞ്ഞത്? പക്ഷേ ജോസഫ് വാഴക്കൻ, ഈ മദ്യനയത്തിന്റെ ഒരു ഉപോൽപ്പന്നമായിരുന്നു ബാർ കോഴ വിവാദം. ഇന്നിപ്പോൾ ബാർ മുതലാളിമാർ വിജിലൻസിന് നൽകിയിരിക്കുന്ന മൊഴിയിൽ കോഴ എന്നൊരു ഭാഗം പരാമർശിക്കുന്നില്ല. നേരത്തെ ശ്രീ രാജ്കുമാർ ഉണ്ണി ഞങ്ങളോട് സംസാരിച്ചപ്പോഴും മന്ത്രി മാണിയെ വസതിയിൽ ചെന്ന് കണ്ടിട്ടുണ്ട്, പക്ഷെ അത് കോഴ വാങ്ങാൻ മാത്രമല്ലല്ലോ ഒരു മന്ത്രിയെ കാണുന്നത് എന്ന് അദ്ദേഹം തുറന്നു പറയുന്നതിലൂടെ വ്യക്തമാകുന്നത് ഈ കാര്യങ്ങളൊക്കെ സെറ്റിൽ ചെയ്തു എന്നുള്ളതാണ്. അതായത് കോൺഗ്രസ് പാർട്ടിയിൽ കഴിഞ്ഞ സർക്കാർ പാർട്ടി ഏകോപന സമിതിയോടുകൂടി മദ്യനയം സംബന്ധിച്ച കാര്യങ്ങളൊക്കെ അവസാനിക്കുന്നു. ഈ ബാർക്കോഴ വിവാദവും വേറൊരു തരത്തിൽ അവസാനിക്കുന്നു. ഇനിയിപ്പോൾ എല്ലാം ക്ലീൻ സ്ലേറ്റിലായോ? ഒരു ജനാധിപത്യ സംവിധാനത്തിൽ ആർക്കെങ്കിലും, ഏത് വിഭാഗത്തിനാണെങ്കിലും, മാധ്യമ പ്രവർത്തകർക്കാണെങ്കിലും ഒരു പ്രശ്നമുണ്ടായാൽ, അവർക്ക് അനുഭവിക്കുന്ന ഏതെങ്കിലും ഒരു സൗകര്യം ഇല്ലാതായാൽ അവർ പരാതി പറയുന്നത് ആരുടെ അടുത്താണ്? അവർ മന്ത്രിമാരുടെ അടുത്ത്, ഗവൺമെന്റിന്റെ അടുത്ത്. അതിനുവേണ്ടി അവർ പരാതി പറയുന്നു. ആ പരാതി പറഞ്ഞത് ഉടനെ മറ്റു കാര്യങ്ങൾക്കാണെന്ന് അങ്ങനെ തെറ്റായി വ്യാഖ്യാനിക്കേണ്ട കാര്യമില്ലല്ലോ. അവരവിടെ വന്നു, അവർക്ക് സ്വാഭാവികമായിട്ട് അവരുടെ മദ്യ ഷാപ്പുകൾ അല്ലെങ്കിൽ ബാറുകൾ തുറക്കുന്നതിനുള്ള അനുമതി നിഷേധിച്ചിരിക്കുന്നു. അതിന് ലൈസൻസ് നീട്ടിക്കൊടുത്തിട്ടില്ല. സ്വാഭാവികമായിട്ടും അവർ പറയുമല്ലോ, ഞങ്ങൾക്ക് 31-ാം തീയതി കൊണ്ടില്ലെങ്കിൽ ഞങ്ങൾ കടം പോകാൻ പൂട്ടിപ്പോകും, ഞങ്ങളെ സഹായിക്കണം. എല്ലായിടത്തും പറയുന്നത് ഭരണകക്ഷിയെ മാത്രമല്ല പ്രതിപക്ഷത്തെയും കേരളത്തിലെ. അത് അങ്ങനെ ഒരു സാധാരണമായ കൂടിക്കാഴ്ചയായി കാണാൻ സാധിക്കുകയില്ലല്ലോ ശ്രീ ജോസഫ് വാഴക്കൻ. ഒന്ന്, ഈ മാർച്ച് 26-നും ഏപ്രിൽ 2-നും ഇടയിൽ സംസ്ഥാന നിയമ ധനമന്ത്രിയെ ഈ ബാർ മുതലാളിമാർ കണ്ടിട്ടുണ്ട് എന്നുള്ള കാര്യം സംശയരഹിതമായി എസ്റ്റാബ്ലിഷ് ചെയ്യാം. അതിന് തെളിവുകളുണ്ട്. എന്തിനു കണ്ടു എന്നുള്ളതാണല്ലോ ഇനിയത്തെ തർക്കം. പുലർച്ചെ 6 മണിക്ക് മന്ത്രിസഭാ യോഗം ചേരുന്നതിൻ്റെ പുലർച്ചെ രാവിലെ 6 മണിക്ക് ബാർ മുതലാളിമാർ മന്ത്രിയെ വീട്ടിൽ ചെന്ന് കാണുന്നുണ്ടെങ്കിൽ അത് ഈ പറയുന്നത് പോലെ അവരുടെ സങ്കടം പറയാനാണ് എന്ന് ജനങ്ങൾ മനസ്സിലാക്കണമെങ്കിൽ അങ്ങനെ. അത് ഒരു മന്ത്രി ആയിരിക്കല്ല കണ്ടിരിക്കുന്നത്. അവരെത്ര പേരെ അന്ന് കണ്ടിട്ടുണ്ട്? ഭരണകക്ഷിയിലും പ്രതിപക്ഷത്തുമുള്ള എത്ര ആളുകളെ ആ ഒരാഴ്ചയിൽ അവരെ നടന്ന് കണ്ടിട്ടുണ്ടെന്നുള്ളതിനെ കുറിച്ച് തിരക്കണം. എല്ലാ പ്രദേശങ്ങളിലുമുള്ള MLA-മാരെ ആണെങ്കിൽ MLA-മാരെ കാണും. ഈ ഗവൺമെന്റിനകത്ത് പറയാൻ കഴിയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇവർ മാത്രമല്ല,
തൊഴിലാളികൾ വന്നിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് ഈ ബിസിനസ്സുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന വിവിധ തറകളിലുള്ള ആളുകളുണ്ട്. അത് അവരുടെ ആവശ്യം. അവർക്ക് അവരുടെ ബിസിനസ് നിന്ന് പോകുമ്പോൾ അവർക്കുണ്ടാകുന്ന വലിയ പ്രതിസന്ധി, ആ പ്രതിസന്ധി മുന്നിൽ കണ്ടുകൊണ്ട് അവർ ആരെയൊക്കെ കണ്ടിട്ടുണ്ടാകാം. കണ്ടാൽ ഉടനെ തന്നെ അവിടെ അഴിമതിയാണ് നടക്കുന്നത്. കാണുന്നവരെല്ലാം പണമായിട്ട് വരുന്നത്. ഇത് ആര് പറഞ്ഞു? അതാണ് ബാർ മുതലാളിമാർ തന്നെയാണ് പറഞ്ഞത് ടെലിവിഷൻ ചർച്ചയിൽ. ഞാൻ അങ്ങയിലേക്ക് മടങ്ങി വരാം. ശ്രീ ജേക്കബ് ജോർജ്, സമ്പൂർണ്ണമായി കോംപ്രമൈസ് ആയി കഴിഞ്ഞോ? കോൺഗ്രസിൽ മദ്യവുമായി ബന്ധപ്പെട്ട തർക്കങ്ങളൊക്കെ തീർന്നിരിക്കുന്നു, UDFിലും തീർന്നിരിക്കുന്നു. ഇന്നിപ്പോൾ വിജിലൻസിന് നൽകിയ മൊഴിയിൽ കോഴയെക്കുറിച്ച് രാജ്കുമാർ ഉണ്ണിയോ മറ്റ് ബാർ അസോസിയേഷന്റെ നേതാക്കളോ മിണ്ടുന്നില്ല. അപ്പോൾ ഈ കേസും കഴിഞ്ഞു എന്ന മട്ടിലായോ കാര്യങ്ങൾ? അഭിലാഷേ, ഞാൻ ചോദിക്കുന്നത്, ഇപ്പോൾ ബഹുമാനപ്പെട്ട ജോസഫ് വാഴക്കൻ പറഞ്ഞുവല്ലോ, ജോസഫ് വാഴക്കൻ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണോ ഇപ്പോഴത്തെ KPCC പ്രസിഡന്റ് VM സുധീരൻ്റെ ഇപ്പോഴത്തെ അഭിപ്രായം? അത് മാത്രം പറഞ്ഞാൽ നമ്മുടെ തമ്മിൽ ഒരു പ്രശ്നമില്ലെന്ന് പറയാം. KPCC ഒരു പ്രശ്നവും ഒരു കുഴപ്പമില്ല, എല്ലാം സഭങ്ങളും പര്യവസാനിച്ചു എന്ന് തന്നെ പറയാം. ജോസഫ് വാഴക്കൻ പറയുന്ന പോലെ അല്ല VM സുധീരൻ ഇന്നും പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞു വൈൻ ബിയർ പാർലർ അനുവദിക്കുന്നതിനോട് KPCCക്ക് യോജിപ്പില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. പക്ഷേ വാഴക്കൻ പറഞ്ഞത് വേറെ കഥകളാണ്. അതാണ് എനിക്ക് വ്യത്യാസം. അതായത് ഇതിൻ്റെ അകത്ത് പ്രശ്നങ്ങളൊക്കെ മൂടി വെച്ചു തൽക്കാലം. ഇപ്പോൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പ് വരുന്നു, അത് കഴിഞ്ഞ് നിയമസഭാ തിരഞ്ഞെടുപ്പ് വരുന്നു. ഇപ്പോൾ മുൻ മുഖ്യമന്ത്രി പ്രമുഖ കോൺഗ്രസ് നേതാവ് AK ആന്റണിയും ചൂണ്ടിക്കാണിച്ചത് തന്നെയാണ്, ഇത് നാശത്തിലേക്ക് നയിച്ചേനി, അതിൽ നിന്നൊക്കെ നമുക്ക് തൽക്കാലം രക്ഷപ്പെട്ടു, ഇനി ഒന്നിച്ചു പോകണം എന്നുള്ള ആഹ്വാനം അദ്ദേഹത്തിൻ്റെ വകയായിട്ടുമുണ്ട്. അതുകൊണ്ട് തൽക്കാലത്തേക്ക് പ്രശ്നങ്ങൾ മൂടി വെച്ചു. പക്ഷേ ഉമ്മൻചാണ്ടി, മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയും KPCC അധ്യക്ഷൻ VM സുധീരനും തമ്മിലുള്ള ശത്രുത ഇപ്പോഴും നിലനിൽക്കുന്നു എന്നുള്ളതാണ് വസ്തുത. റൈറ്റ്. ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ, പാർട്ടിയുടെ അഭിപ്രായം വ്യത്യസ്തമാണ് എന്ന് ശ്രീ VM സുധീരൻ ആവർത്തിക്കുമ്പോഴും എങ്കിൽ അത് KPCC എക്സിക്യൂട്ടീവ് വിളിച്ച് ഭൂരിപക്ഷ അഭിപ്രായം അങ്ങനെയാണോ എന്ന് നോക്കാം എന്നുള്ളതായിരുന്നു അതിൻ്റെ മറുവാദം. എന്തായാലും വിശാല KPCC നിർവാഹക സമിതി ചേരുമ്പോൾ ഏതെങ്കിലും തരത്തിൽ സർക്കാരിൻ്റെ തീരുമാനത്തെക്കുറിച്ചുള്ള ഭിന്ന അഭിപ്രായമോ ഭിന്ന വികാരമോ ഒന്നുമില്ല. മുഖ്യമന്ത്രി പറഞ്ഞതുപോലെ സർക്കാരിനും പാർട്ടിക്കും ഒരഭിപ്രായം എന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തുന്നത് VM സുധീരൻ്റെ ഒരു കീഴടങ്ങൽ കൂടിയാണ്. ഇപ്പോൾ ഇതാ നയപരമായ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ അവസാനിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഞങ്ങളുടെ പക്ഷം തോറ്റുപോയിരിക്കുന്നു എന്നുകൂടിയല്ലേ? മുഖ്യമന്ത്രി അസന്നിഗ്ധമായി പറഞ്ഞു, മദ്യനയത്തിൽ KPCC പ്രസിഡന്റ് അഭിപ്രായം തന്നെയാണ് എന്റെ അഭിപ്രായം. ഇവിടെ VM സുധീരൻ എന്ന് പരസ്യമായി പറഞ്ഞല്ലോ, സമ്പൂർണ്ണ മദ്യനിരോധനത്തിലേക്കുള്ള ഈ ഗവൺമെന്റ് സകല ചുവടുവെപ്പുകളെയും ഞങ്ങൾ അംഗീകരിക്കുന്നു. ഒന്ന്, 730 ബാറുകളിൽ ഇന്ത്യൻ മെയ്ഡ് ഫോറിൻ ലിക്കർ എന്നേക്കുമായി കച്ചവടം അവസാനിപ്പിച്ചു. 2 ബീവറേജ് ഔട്ട്ലെറ്റുകൾ പൂട്ടാൻ തീരുമാനിച്ചു. മാത്രമല്ല 10 വർഷം കൊണ്ട് ഘട്ടം ഘട്ടമായി മദ്യനിരോധനം, അതിലേക്കുള്ള മാർഗം മദ്യവർജനം. അതേസമയം 418 ബാറുകൾക്ക് ബിയർ വൈൻ പാർലർ കൊടുത്തതിൽ KPCC പ്രസിഡന്റ് രേഖപ്പെടുത്തിയ അഭിപ്രായ വ്യത്യാസം, ആ അഭിപ്രായ വ്യത്യാസം അദ്ദേഹം നിലനിർത്തി. അത് നിലനിർത്തിക്കൊണ്ട് തന്നെ പരസ്പരം യോജിച്ച് ഒറ്റക്കെട്ടായി നീങ്ങാൻ തീരുമാനമെടുത്തു. ഇനി ഒരു കാര്യം ഞാൻ പറയാം, കേരളത്തിലെ പാർട്ടിയും ഗവൺമെന്റും 2 രീതിയിൽ ചിന്തിക്കുകയോ പ്രവർത്തിക്കുകയോ ചെയ്യില്ല. ഇത് ആരെങ്കിലും തൊലിപ്പുറത്തുള്ളൊരു ചികിത്സയായി കാണണ്ട. വളരെ ആത്മാർത്ഥമായിട്ടാണ് കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റും കേരളത്തിന്റെ ബഹുമാന്യനായ മുഖ്യമന്ത്രിയും യോജിച്ചിരിക്കുന്നത്. ഈ യോജിപ്പ് ഇനി ഒരു വിഷയത്തിലും ഒരു വിയോജിപ്പായി രൂപാന്തരപ്പെടും എന്ന് ആർക്കും ഈ അടുത്ത കാലത്ത് പ്രവചിക്കാനാവില്ല. കാരണം അത്ര ശക്തമായ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് മുന്നോട്ട് പോകുന്നത്. ഗവൺമെന്റും പാർട്ടിയും ഒരേ രീതിയിൽ ശക്തമായ മുന്നോട്ട്. ഇവിടെ നമ്മുടെ മുമ്പിൽ ഈ മദ്യം മാത്രമല്ല പ്രശ്നം. കേന്ദ്ര ഗവൺമെന്റിനെതിരെ അതിശക്തമായ സമരം നടത്താൻ ഞങ്ങൾ തീരുമാനമെടുത്തിട്ടുണ്ട്. 4-5 കാര്യത്തിൽ, മരുന്നുകളുടെ വില നിയന്ത്രണം എടുത്തു കളഞ്ഞ കാര്യത്തിൽ, കള്ളപ്പണക്കാരെ കണ്ടുപിടിച്ച് ആ പണം കൊണ്ടുവന്ന് 15 ലക്ഷം സാധാരണക്കാർക്ക് കൊടുക്കുമെന്ന് പറഞ്ഞ കാര്യത്തിൽ, ഇവിടെ ഡീസലിന്റെ വില ഓരോ ദിവസവും അന്താരാഷ്ട്ര വിപണിയിൽ കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. എന്നിട്ട് പോലും ഒരു മാറ്റം കേരളത്തിൽ ആകെ 2 പ്രാവശ്യം കുറച്ചേ ഉള്ളൂ. ഇപ്പോ അത്തരത്തിലുള്ള വിഷയങ്ങളിലൊക്കെ കോൺഗ്രസ് ക്യാമ്പയിൻ നടത്തുമായിരിക്കും. നമ്മുടെ ഇന്നത്തെ വിഷയം അതല്ലാത്തത് കൊണ്ട് ഞാൻ ഇടപെടുന്നു. ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ, ഞാൻ താങ്കളിലേക്ക് മടങ്ങി വരാം. ശ്രീ ജേക്കബ് ജോർജ്, ഞാൻ ചോദിച്ച രണ്ടാമത്തെ പ്രശ്നം, ഏറ്റവും വലിയ വെല്ലുവിളിയായി മുൻപിലുണ്ടായിരുന്നത് ഈ സർക്കാരിനെ ആകെ തന്നെ വിറപ്പിച്ച ബാർ കോഴ ആരോപണമായിരുന്നു. അതും അവസാനിക്കാൻ പോവുകയല്ലേ? എന്തായാലും ഈ വിജിലൻസിൽ നിന്ന് അതല്ലാതെ KM മാണിയെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടുള്ള ഒരു അന്വേഷണ റിപ്പോർട്ട് ആരും പ്രതീക്ഷിച്ചിരുന്നില്ല എങ്കിലും ഈ ബാർ ഉടമകൾ അവരുടെ നിലപാടിൽ ഉറച്ചു നിന്നിരുന്നുവെങ്കിൽ വേറൊരു അന്വേഷണ സംവിധാനത്തിലേക്കോ ജുഡീഷ്യൽ സംവിധാനത്തിലേക്കോ ഒക്കെ കാര്യങ്ങൾ കൊണ്ടുചെല്ലാമായിരുന്നു. പക്ഷേ അതിനവർക്ക് താല്പര്യമില്ല. കോഴ കൊടുത്തിട്ടില്ല എന്നുള്ളതാണ് ഇപ്പോഴത്തെ അവരുടെ നിലപാട്. മന്ത്രിയെ പോയി കണ്ടിട്ടുണ്ട്,
ഇനി മന്ത്രിക്ക് കൊടുക്കുന്ന പണമെല്ലാം കോഴയല്ലല്ലോ എന്നുള്ള നിലപാടുമുണ്ട് അവർക്ക്. അപ്പോൾ ആ പ്രശ്നവും അവസാനിച്ചോ? അല്ല, ബാർ ഉടമകൾക്ക് ഇത് മാണിയെ രാജിവെപ്പിക്കുകയല്ലല്ലോ അവരുടെ ആവശ്യം. ഒരിക്കലും ബാർ ഉടമകൾ അവരുടെ യോഗത്തിൽ തന്നെ പറഞ്ഞത്, ബിജു രമേശ് പറഞ്ഞത് വളയ്ക്കുകയാകാവോ ഓടിക്കുകയരുത് എന്നാണ്. അവർ വളച്ചു, ശരിക്കും വളച്ചു, ഗവൺമെൻറ്റിനെ നടുക്കി, പേടിപ്പിച്ചു, പ്രതിച്ഛായ വഷളാക്കി. ശരിക്കും പറഞ്ഞാൽ മദ്യം നിരോധിക്കാൻ ഇറങ്ങിയ BM സുധീരനെ പോലും അവർ വെട്ടിലാക്കി, KPCCയെ വെട്ടിലാക്കി, ഗവൺമെൻറ്റിനെ ആകൂടി ഒരു കോർണർ ചെയ്തു. പക്ഷേ അപ്പോഴും KM മാണിക്കെതിരെ അവർ അറച്ചറച്ച് നിൽക്കുകയായിരുന്നു. ഇപ്പോൾ നമുക്ക് വ്യക്തമാണ്, KM മാണിക്കെതിരെ അല്ല അവരുടെ യുദ്ധം. അവരുടെ ബാറുകൾ തുറന്നു കിട്ടാൻ വേണ്ടിയാണ്. ഇപ്പോൾ സമ്പൂർണ്ണമായിട്ട് അവരുടെ എല്ലാ ബാറുകളും ബിയറും വൈനും വിൽക്കാൻ വേണ്ടിയാണെങ്കിലും തുറന്നു കൊടുത്തില്ലേ? അതുതന്നെ അവർക്ക് വലിയ വിജയമാണ്. അതുകൊണ്ട് ഇപ്പോൾ ബാർ ഉടമസ്ഥരുടെ ഭാഗത്ത് നിന്ന് പരസ്യമായ ഗാഗ്വാവിളികളോ വെല്ലുവിളികളോ പരാതികളോ ഒന്നും ഉയരുന്നില്ലല്ലോ. അപ്പോൾ അവർക്ക് കിട്ടേണ്ടത് കിട്ടി, അതിലവർ സംതൃപ്തരാണ്. ഈ കേസൊക്കെ തേച്ച് മായ്ച്ച് കളയേണ്ട ചുമതലയും ഇപ്പോൾ ബാർ ഉടമസ്ഥന്മാരുടെ കയ്യിലാണ്. അതുകൊണ്ടാണ് അവരിങ്ങനെ തട്ടിയും മുട്ടിയുമൊക്കെ നിൽക്കുന്നത്. റൈറ്റ്, താങ്കളിലേക്ക് മടങ്ങി വരാം. ശ്രീ ജോസഫ് വാഴക്കൻ, ഈ വളയ്ക്കാം ഒടിക്കരുത് എന്ന ഏറെ ചർച്ച ചെയ്യപ്പെട്ട വാക്യം എല്ലാ അർത്ഥത്തിലും നടപ്പായി എന്നുള്ളതിന് ബിയർ ആൻഡ് വൈൻ പാർലറുകൾ അനുവദിച്ചതിന് ശേഷം KPCC പ്രസിഡന്റ് ഇറക്കിയ വാർത്താക്കുറിപ്പ് മാത്രം മതി. മദ്യലോബിയുടെ താല്പര്യത്തിന് കീഴടങ്ങിയിരിക്കുന്നു സർക്കാർ, അതുകൊണ്ടാണ് ഈ തീരുമാനം എന്ന് പുറത്താരും പറഞ്ഞതല്ല, പാർട്ടിക്കുള്ളിൽ തന്നെ പറഞ്ഞതാണ്. അപ്പോൾ കാര്യങ്ങളൊക്കെ സെറ്റിൽഡായി എന്ന് പറയുമ്പോൾ ഈ പൊതുജനം മനസ്സിലാക്കേണ്ടത് എന്താണ്? സെറ്റിൽഡായി എന്നൊക്കെ പറയുന്നത് ഇതിങ്ങനെ ഓരോ തരത്തിൽ ഇഷ്ടമുള്ളവർ അവർക്ക് ഇഷ്ടമുള്ളതുപോലെ വ്യാഖ്യാനിക്കുന്നു. ചില ആളുകൾക്ക് അങ്ങനെയുള്ള വാർത്ത വരുന്നതിന് ഇഷ്ടമെങ്കിൽ അവർ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും, അതല്ലാത്തവർ മറ്റുള്ള രീതിയിൽ സംസാരിക്കും. അതിന്റെ ഒരു യാഥാർത്ഥ്യം എന്ന് പറയുന്നത്, ഇതിലെ ഇതുമായി ബന്ധപ്പെട്ട് കോഴ കൊടുത്തു എന്ന് പറയുന്ന ആളുകൾ പോലും അവർ പറയുന്നു, ഞങ്ങൾ പോയി കണ്ടിരിക്കുന്നത് മറ്റ് സഹായം അഭ്യർത്ഥിക്കാൻ വേണ്ടി പോയിരിക്കുന്നതാണ്, കോഴ കൊടുത്തിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർന്ന കാര്യമാവടെ. ഇത് ചെയ്യാത്ത കാര്യങ്ങൾ അടിച്ച് തലയിലേൽപ്പിച്ച് ഇത് കോഴ കൊടുത്തു എന്ന് വരുത്താനാണ് ശ്രമിക്കുന്നത്. ശ്രീ ബിജു രമേശ്, ഞാൻ മനസ്സിലാക്കുന്നത് ഈ മാണി സാറിനെ കാണാൻ പോവുകയോ മാണി സാറിന്റെ വീട്ടിൽ പോവുകയോ ചർച്ച ചെയ്യുകയോ ഒന്നും ചെയ്തിട്ടുള്ള ഒരാളല്ല. ഏതെങ്കിലും കേട്ടുകേൾവിയുടെ അടിസ്ഥാനത്തിൽ ഇങ്ങനെ പറഞ്ഞതാണ്. അതുകൊണ്ടാണല്ലോ തെളിവ് കൊടുക്കാൻ കഴിയാതെ വന്നുപോയത്. അപ്പൊ അതല്ലാതെ ഇത്തരം കാര്യങ്ങളൊക്കെ പെരുപ്പിച്ച് ഒരു ഗവൺമെന്റിനെ ദുർബലപ്പെടുത്താമെന്നാണ് പലരും ഇവിടെ ആഗ്രഹിച്ചത്, പ്രത്യേകിച്ച് പ്രതിപക്ഷം. പക്ഷെ അതൊന്നും നടക്കുന്ന കാര്യമല്ല. കാരണം അസത്യമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടൊന്നും ഒരിക്കലും ഒരു കാര്യവും നേടാനാവില്ല എന്നുള്ളത് ഒരിക്കൽ കൂടി തെളിയുകയാണ്. ജോസഫ് എം പുതുശ്ശേരി, തെളിവുകൾ ഹാജരാക്കാൻ ആരോപണം ഉന്നയിക്കുന്ന ആളുകൾക്ക് കഴിയുന്നില്ല എന്നുള്ളതാണോ, ആ തെളിവുകളെ അല്ലെങ്കിൽ ഈ ആരോപണം ഉന്നയിച്ച ആളുകളെയൊക്കെ ഏതെങ്കിലും തരത്തിൽ സ്വാധീനിക്കുകയോ വിലക്കെടുക്കുകയോ ചെയ്യുന്നു എന്നുള്ളതാണോ കാര്യം? ഇന്ന് ബിജു രമേശ് ആരോപിക്കുന്നത് ഇക്കാര്യത്തിൽ തെളിവ് നൽകേണ്ട ആളുകളൊക്കെ അതിശക്തമായ സമ്മർദ്ദത്തിൽപ്പെട്ടിരിക്കുകയാണ് എന്നാണ്. ഒന്ന്, അന്വേഷണ ഉദ്യോഗസ്ഥർ ശരിയാവണ്ണം അവരുടെ മൊഴി രേഖപ്പെടുത്തുകയോ അന്വേഷണ സംവിധാനം മുന്നോട്ട് കൊണ്ടുപോവുകയോ ചെയ്യുന്നില്ല എന്ന് മാത്രമല്ല, മന്ത്രിമാർ നേരിട്ട് നിങ്ങളുടെ പാർട്ടി മന്ത്രിയായ PJ ജോസഫിൻ്റെ പേരെടുത്ത് പറഞ്ഞു ഇതിൽ സാക്ഷികളാകേണ്ട ബാർ ഉടമസ്ഥന്മാരെ വിളിച്ച് ഭീഷണിപ്പെടുത്തുകയാണ്, സമ്മർദ്ദം ചെലുത്തുകയാണ്. അവർ ഇനിയും ഇവിടെ കച്ചവടം ചെയ്ത് ജീവിക്കേണ്ട ആളുകളാണല്ലോ. അപ്പോൾ ഈ സർക്കാർ സംവിധാനത്തെ പിണക്കാൻ ആഗ്രഹമുണ്ടാകുകയില്ല, അതുവഴി തെളിവും ഉണ്ടാകുകയില്ല. അങ്ങനെയാണോ കാര്യങ്ങൾ? എന്താണ് അഭിലാഷ്, നിങ്ങൾക്ക് തന്നെ ഒരു കാര്യം വിലയിരുത്താൻ കഴിയുമല്ലോ. ബിജു രമേശ് ആദ്യം പറഞ്ഞത് എന്താണ്? എനിക്ക് 3 മണിക്കൂർ സമയം തന്നാൽ മതി, മാധ്യമങ്ങളുടെ മുമ്പിൽ ഞാൻ തെളിവുകൾ ഹാജരാക്കാമെന്ന് നിങ്ങളോട് പറഞ്ഞതല്ലേ? അതുപോലും ഇതുവരെ വന്നിട്ടില്ല. അത് ബിജു രമേശിനെ ഞങ്ങൾ സ്വാധീനിച്ചത് കൊണ്ടാണ്. അപ്പൊ അങ്ങനെ ചർച്ചയിലേക്ക് പോകുന്നത് കൊണ്ട് വല്ല അർത്ഥമുണ്ടോ? കാരണം ഇത് തുടക്കം മുതൽ ഇത് അടിസ്ഥാനരഹിതമായി ഉന്നയിക്കപ്പെട്ട ഒരു ആരോപണമാണ് എന്ന് ഞങ്ങൾ ആവർത്തിച്ച് പറയുന്നു. അങ്ങനെ അടിസ്ഥാനരഹിതമായി ഉന്നയിക്കപ്പെട്ട ഒരു ആരോപണത്തെ സംബന്ധിച്ച് ഉപോത്ബലകമായ തെളിവുകൾ നൽകാൻ കഴിയില്ല എന്നുള്ള ഒരു യാഥാർത്ഥ്യമാണ്. ആ യാഥാർത്ഥ്യം, അതിന്റെ സ്വാഭാവിക പരിണാമം ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുന്നു എന്നുള്ളതല്ലാതെ അതിനെപ്പറ്റി ഇപ്പൊ അന്വേഷണം നടക്കുകയല്ലേ. അന്വേഷണ ഏജൻസിയുടെ അന്വേഷണ ഉദ്യോഗസ്ഥന്മാരുടെ മുമ്പിൽ തെളിവുകൾ കൊടുക്കാൻ ആർക്കാണ് വിലക്ക്? ഇപ്പൊ ഇത്രയും നാളുകളായല്ലോ. അദ്ദേഹത്തിന്റെ തന്നെ മൊഴിയെടുത്തു, മറ്റാളുകളുടെ മൊഴിയെടുക്കാൻ ശ്രമിച്ചു. അവരൊക്കെ എടുക്കാൻ ശ്രമിച്ച സമയത്ത് ഈ തെളിവുകൾ ഹാജരാക്കാൻ അദ്ദേഹത്തിന് എന്തെങ്കിലും വിലക്കുണ്ടായിരുന്നു? അദ്ദേഹത്തിന്റെ കൈവശമുള്ള രേഖകൾ, ശബ്ദരേഖകൾ അല്ലെങ്കിൽ വീഡിയോ, ഇത്തരം കാര്യങ്ങളൊക്കെ അന്വേഷണ ഉദ്യോഗസ്ഥന്മാരുടെ മുമ്പാകെ സമർപ്പിക്കാൻ അദ്ദേഹത്തിനെ ആരാണ് വിലക്കിയത്? അപ്പൊ ഇത്തരം കാര്യങ്ങളൊന്നും ചെയ്യാതെ അടിസ്ഥാനരഹിതമായ ആരോപണം, ഒന്നിനു പുറകെ ഒന്നായി ആരോപണം പറയാൻ ആർക്കാണ് പ്രയാസം? ആരോപണം
ആരോപണം അടിസ്ഥാനം ഉണ്ടാവണമെങ്കിൽ അതിന് ഉപോത്ബലകമായ തെളിവുകൾ. അതിനുശേഷം അദ്ദേഹം ഒത്തിരി പ്രഖ്യാപനം നടത്തിയില്ലേ, 4 മന്ത്രിമാർക്ക് തുക കൊടുത്തു. തീർച്ചയായും ഒട്ടേറെ ആരോപണങ്ങൾ ഉന്നയിക്കുകയുണ്ടായി, പേര് പറഞ്ഞില്ല എങ്കിൽ പോലും. തുടരുക. ശ്രീ ജേക്കബ് ജോർജ്, വളയ്ക്കാനേ പാടുള്ളൂ, ഒടിക്കരുത്, ഞാൻ എന്തായാലും മുന്നിൽ നിൽക്കുകയാണ്, ഇനി നിങ്ങൾ തീരുമാനിക്കാം തുടങ്ങിയ പരാമർശങ്ങൾ ഈ ബാർ മുതലാളിമാർ അവരുടെ യോഗത്തിൽ ബിജു രമേശ് ആ പരാമർശങ്ങൾ നടത്തുന്നതിൻ്റെ ശബ്ദം നമ്മളൊക്കെ കേട്ടതാണ്. ഇവിടെ പക്ഷേ അങ്ങനെ വളയ്ക്കൽ നടന്നു എന്ന് സാധൂകരിക്കാൻ ബിയറും വൈനും കൊടുത്തു എന്നതിനപ്പുറത്ത് ഉള്ള വെള്ളം ചേർക്കലുകൾ വന്നിട്ടുണ്ടോ സർക്കാരിൻ്റെ നയത്തിൽ? അല്ല, സർക്കാരിൻ്റെ നയം വളരെ ഉദാരമാക്കിയില്ലേ? ഒരേ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ. ഹാർഡ് ലിക്കർ കൊടുക്കുന്നത് വിലക്കി, അതിന് പകരം എല്ലാ ബാറുകളിലും അടച്ചുപൂട്ടിയ 418 ബാറിലും ബിയർ, വൈൻ എന്നിവ കൊടുക്കും. അത് ഒരു താൽക്കാലിക ആശ്വാസം, മറ്റു തരത്തിലെന്ന് പറഞ്ഞിട്ടില്ല. ഇനി ഹൈക്കോടതിയിലുണ്ട് കേസ് കിടക്കുന്നു, ഇനി സുപ്രീം കോടതിയിൽ കേസ് പോകാനിരിക്കുന്നു. സുപ്രീം കോടതി അന്തിമ തീർപ്പ് കെടുത്തിട്ടില്ല. അതുകൊണ്ട് തൽക്കാലം കട തുറന്നു വെക്കാൻ ബാർ ഉടമസ്ഥന്മാർക്ക് കഴിഞ്ഞുവല്ലോ. അതായിരുന്നുവല്ലോ അവരുടെ ഏറ്റവും വലിയ ഭീഷണി. അതുകൊണ്ട് ബാർ ഉടമസ്ഥന്മാരുടെ പ്രശ്നങ്ങൾക്ക് ഒരു പരിധിവരെ പരിഹാരമായിരിക്കുന്നു. അതുകൊണ്ട് അവർ മാണിക്കെതിരെയുള്ള കേസുമായിട്ട് മുന്നോട്ട് പോകില്ല. അത് പോകാതിരിക്കാനുള്ള വഴികൾ അവർക്ക് തന്നെ അറിയാം. ഇത് കേസ് കൊടുത്തവർക്കറിയാം കേസ് ഇല്ലാതാക്കാനുള്ള വഴികളും. അതുകൊണ്ട് ആ കേസ് മുന്നോട്ട് പോകുന്ന പ്രശ്നമില്ല. അത് ഇതുകൊണ്ടൊക്കെ ഇങ്ങനെ ഉഴപ്പി തിരിഞ്ഞൊക്കെ പോകും. അതിനാണ് സാധ്യത, അതുതന്നെയാണ് വരാൻ പോകുന്നത്, യാതൊരു സംശയമില്ല. രാഷ്ട്രീയമായിട്ട് പോലും ഈ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ഒതുക്കി തീർത്തിരിക്കുന്നു. 2 കൂട്ടരും, സുധീരൻ പറയുന്നു അദ്ദേഹം KPCC ആണെന്ന്, ഇങ്ങേപ്പുറത്ത് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയും. അപ്പോൾ ഇവർ തമ്മിലുള്ള നിലപാടിൽ ഒത്തീർപ്പായിരിക്കുന്നു. ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ അങ്ങ് പോവുകയുള്ളൂ. എൻ്റെ ബലമായ സംശയം ഹൈക്കമാൻഡ് കർശനമായ നിർദ്ദേശം കൊടുത്തിട്ടുണ്ടാവണം. ഇങ്ങനെ പോയാൽ കാര്യം ശരിയല്ല. ഇന്ന് ആന്റണി പറഞ്ഞതിൻ്റെ പൊരുളും അതുതന്നെയാണ്. ഒരുപക്ഷേ സർവ്വവിനാശത്തിൽ നിന്നാണ് നാം കോൺഗ്രസ് രക്ഷപ്പെട്ടത്, പാർട്ടിയും ഗവൺമെൻറ്റും രക്ഷപ്പെട്ടത് എന്ന് ആന്റണി സൂചിപ്പിക്കുമ്പോൾ അതിന്റെ പിന്നിൽ ഹൈക്കമാൻഡിന്റെ നിർദ്ദേശമില്ലേ എന്ന് ഞാൻ സംശയിക്കുന്നു. ഉണ്ടാകുമായിരിക്കും. തെളിവുകൾ ഇല്ലാതെ ബാർ ഉടമസ്ഥർ അവർ ഉന്നയിച്ച ആരോപണങ്ങളിൽ നിന്ന് പിന്നോട്ട് പോകുന്ന സാഹചര്യമാണ് എങ്കിൽ അവരെ അങ്ങനെ വിടാൻ പാടുണ്ടോ? കേരളത്തിലെ പരിണിതപ്രജ്ഞനായ ഒരു രാഷ്ട്രീയ നേതാവിൻ്റെ മേൽ ചെളി തെറിപ്പിച്ചിട്ട് അനായാസം ഞങ്ങൾ അങ്ങനെയല്ല ഉദ്ദേശിച്ചത് എന്നൊക്കെ പറഞ്ഞ് ഒഴിവായി പോകാൻ സാധിക്കുമോ ആർക്കെങ്കിലും? അതിന് നിങ്ങൾ അനുവദിക്കാൻ പാടുണ്ടോ? അല്ല, സ്വാഭാവികമായി ഞങ്ങൾ അക്കാര്യം പ്രഖ്യാപിച്ചിട്ടുണ്ടല്ലോ. ഈ ആക്ഷേപം വന്നപ്പോൾ തന്നെ ഞങ്ങൾ പറഞ്ഞു, ഞങ്ങൾ ഇതിനെ രാഷ്ട്രീയമായി നേരിടും, നിയമപരമായി നേരിടും. നിയമപരമായി നേരിടുന്നതിന്റെ പ്രാഥമിക നടപടികൾ ഞങ്ങൾ ആരംഭിച്ചു, നോട്ടീസ് അയച്ചു. ആ നോട്ടീസിയുടെ മറുപടി വന്നിട്ടുണ്ട്. ഞങ്ങൾക്ക് അതിൻ്റെതായ നിയമപരമായ നടപടിക്രമങ്ങളുടെ സമയത്തിന്റെ അല്ല, ഈ നിയമപരമായി മുന്നോട്ട് പോകുന്ന കാര്യത്തിൽ വലിയ താല്പര്യമില്ല എന്ന തരത്തിലാണ് കാര്യങ്ങൾ. എന്ന് മാത്രമല്ല, വാർത്താ സമ്മേളനത്തിന് ഒരുങ്ങുന്നതിനിടെ വല്ലാതെ പ്രകോപിപ്പിച്ച് തെളിവൊന്നും കൊണ്ടുവരാൻ പറയേണ്ട അവരോട് എന്ന് KM മാണി സാർ പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു PJ ജോസഫിനോട്. നിയമപരമായ താല്പര്യമില്ല എന്ന് ആര് പറഞ്ഞു? ഇതിനൊക്കെ ഒരു പരിധിയുണ്ട്. ആ സമയപരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് ആണ് അനന്തര നടപടികളിലേക്ക് കടക്കുന്നത്. അത്തരം നടപടികളുമായി ഞങ്ങൾ മുന്നോട്ട് പോകും. സംശയമില്ലാത്ത കാര്യമാണ്. ഈ കാര്യങ്ങളെ സംബന്ധിച്ച നടപടിക്രമങ്ങൾ പൂർത്തിയാകുമ്പോൾ ഇത് നിങ്ങൾക്കൊക്കെ ബോധ്യപ്പെടുന്ന കാര്യമാണ്. അത് ചാടിപ്പിടിച്ച് ചെയ്യേണ്ട കാര്യമല്ല. അതുമായി ബന്ധപ്പെട്ട നിയമപരമായ നടപടിക്രമങ്ങളുടെ സമയം അനുവദിക്കുന്നത് അനുസരിച്ച് അതിന് വിധേയമായി നടക്കേണ്ട കാര്യമാണ്. ആ നടപടിക്രമങ്ങളുമായി ഞങ്ങൾ മുന്നോട്ട് പോകും. ഇക്കാര്യത്തിൽ ഇതുമായി ബന്ധപ്പെട്ട അനാവശ്യമായ ആക്ഷേപം ഉന്നയിച്ച് ആരും രക്ഷപ്പെടാൻ പോകുന്നില്ല എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇത് അടിസ്ഥാനരഹിതമായ ആരോപണമായിരുന്നു എന്ന് ഞങ്ങൾ അന്നും ഇന്നും പറയുന്നു. അത് തെളിയിക്കപ്പെടും എന്ന കാര്യം. തീർച്ചയായും അത് തെളിയിക്കപ്പെടണം. അടിസ്ഥാനരഹിതമാണ് എങ്കിൽ. ശ്രീ ജോസഫ് പുതുശ്ശേരി, ഒപ്പം ഈ രാഷ്ട്രീയമായി നേരിടുന്നതിന്റെ കാര്യം പറഞ്ഞല്ലോ. പാർട്ടി ഒരു സമിതിയെ വെച്ചു, ഇതിന്റെ ഗൂഢാലോചന അന്വേഷിക്കുന്നു. ആ അന്വേഷിക്കാനുള്ള സമിതി ഈ കഴിഞ്ഞ ദിവസവും സിറ്റിംഗ് നടത്തി. പക്ഷേ ആദ്യം തുടക്കത്തിലുണ്ടായിരുന്ന ആ താല്പര്യമോ ആ വീറോ ഒന്നും ഇപ്പോൾ കാണുന്നില്ല. ഈ കാര്യങ്ങൾ ഇനി ഗൂഢാലോചന ഉണ്ടെങ്കിൽ അതും അങ്ങനെ തീരട്ടെ എന്നാണോ? ഇതൊക്കെ അഭിലാഷിന്റെ നിഗമനം മാത്രമാണ്. 2 മാസത്തിനിടയിൽ ഒരു സമിതിയെ വെക്കുകയും ആ സമിതി സിറ്റിംഗുകൾ നടക്കുകയും ഞങ്ങൾ ഈ അന്വേഷണ നടപടികളുമായി മുന്നോട്ട് പോവുകയും ചെയ്തിട്ടുണ്ട്. വെറും 2 മാസത്തിനിടയിൽ നടന്നിരിക്കുന്ന കാര്യങ്ങളാണ്. ആ നടപടിക്രമങ്ങൾ ഞങ്ങൾ അടുത്ത ദിവസവും യോഗം കൂടിയെന്ന് അഭിലാഷ് പറയുമ്പോൾ തന്നെ ഞങ്ങൾക്ക് ഇതിനകത്ത് താല്പര്യമില്ല എന്ന നിഗമനം അതിനോട് ചേർത്ത് വായിക്കുന്നത് ഏതർത്ഥത്തിലാണ് എന്ന് എത്ര ആലോചിച്ചിട്ടും എനിക്ക് മനസ്സിലാകുന്നില്ല. അഭിലാഷിനോടുള്ള എല്ലാ ബഹുമാനത്തോടും കൂടി സൂചിപ്പിക്കട്ടെ, എത്ര ആലോചിച്ചിട്ടും എനിക്കത് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. ഞങ്ങൾ ഈ കാര്യത്തിൽ പറഞ്ഞ കാര്യങ്ങൾ ഉറച്ചു നിൽക്കുന്നു. അതനുസരിച്ച് ആ നടപടിക്രമങ്ങളുമായി ഞങ്ങൾ മുന്നോട്ട് പോകും. അത് ഞങ്ങൾ ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്. ശരി. ശ്രീ ജേക്കബ് ജോർജ്, കേരള കോൺഗ്രസ് ഇനി എന്ത് ചെയ്യും എന്ന് താങ്കൾ കരുതുന്നു? ഇങ്ങനെ ഒരു ഗൂഢാലോചന
എന്ന ആക്ഷേപം അവരെ സംബന്ധിച്ച് അവരിൽ ഒരു വിഭാഗത്തിനെങ്കിലും വളരെ ശക്തമായി ഉണ്ടായിരുന്നു. അത്തരം കാര്യങ്ങളിലൊക്കെ ഇനി ഉറച്ചു നിൽക്കും ആ പാർട്ടി എന്ന് തോന്നുന്നുണ്ടോ? അല്ല, കേരള കോൺഗ്രസിന് ഒരു വലിയ ക്ഷീണമാണ് സംഭവിച്ചത്. അഴിമതി ആരോപണം കേരള കോൺഗ്രസിനെ വളരെയധികം തകർത്തു. ആകെ കൂടി കേരള കോൺഗ്രസിനെ രക്ഷിക്കാൻ ഉണ്ടായിരുന്നത് ജോസഫും പുതുശ്ശേരിയും ആന്റണി രാജുവും ഒക്കെ കൂടിയാണ്. അവർ ആ കാര്യത്തിലൊക്കെ നല്ലതുപോലെ വിജയിക്കുകയും ചെയ്തു. എങ്കിൽ പോലും പൊതുജന മധ്യത്തിൽ കേരള കോൺഗ്രസിന് മൊത്തം രാഷ്ട്രീയമായിട്ടൊരു ക്ഷീണമുണ്ടായിട്ടുണ്ട്. നേരത്തെ മുഖ്യമന്ത്രിയാകാൻ ശ്രമിച്ച കെ.എം. മാണിക്ക് അതിനുള്ള സാധ്യതകൾ ഇല്ലാതായി എന്ന കാര്യം പ്രത്യേകം നമ്മൾ ഓർക്കണം. ഇനിയിപ്പോൾ മുഖ്യമന്ത്രി സ്ഥാനത്തെക്കുറിച്ച് കെ.എം. മാണിക്ക് ചിന്തിക്കാനാവില്ല. രണ്ടാമത്തെ കാര്യം, ഇനി കേരള കോൺഗ്രസ് എങ്ങോട്ട് എന്നുള്ളൊരു വലിയ ചോദ്യമുണ്ട്. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് വരുന്നു. എന്തായിരിക്കും ഇനി ഉള്ള രാഷ്ട്രീയം, കേരള കോൺഗ്രസിൻ്റെ രാഷ്ട്രീയം? ഒരുപക്ഷേ കേരളത്തിലെ മൊത്തം രാഷ്ട്രീയ രംഗത്ത് മാറ്റങ്ങൾ വരും എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെയാണെങ്കിൽ കേരള കോൺഗ്രസിൻ്റെ നിലപാടിലും രാഷ്ട്രീയമായ പരിപാടികളിലും മാറ്റമുണ്ടാവും എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. വളരെ നന്ദി ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ, ശ്രീ ജേക്കബ് ജോർജ്, ശ്രീ ജോസഫ് വാഴക്കൻ, ശ്രീ ജോസഫ് എം പുതുശ്ശേരി സംസാരിച്ചതിന്. ബാർ കോഴ വിവാദത്തിൽ ഇന്ന് നിർണായകമായ മൊഴി നൽകാൻ എത്തിയ ബാർ ഉടമകൾ കോഴ എന്ന ഭാഗം അവരുടെ മൊഴിയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല എന്ന് മനസ്സിലാക്കുന്നു. ഒപ്പം വിവാദങ്ങൾ ഇല്ലാതെ മുന്നോട്ട് പോകാൻ മദ്യനയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ എല്ലാ തരത്തിലുള്ള തർക്കങ്ങളും അവസാനിപ്പിക്കാൻ കോൺഗ്രസിന്റെ നിർവാഹക സമിതി യോഗം ചേർന്ന് തീരുമാനിക്കുകയും ചെയ്തിരിക്കുന്നു. ആ വിഷയമാണ് ചർച്ച ചെയ്തത്.